നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ഏറെ വിവാദമായ മുട്ടിൽ മരമുറി കേസിൽ പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെ നിയമ നടപടികൾ വീണ്ടും സജീവമാകുന്നു. റോജി അഗസ്റ്റിൻ, ജോസ് കുട്ടി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ എന്നിവർക്ക് ഓഗസ്റ്റ് 18-ന് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. നേരിട്ട് ഹാജരാകാനുള്ള കോടതി നിർദ്ദേശം അവഗണിച്ചതിനെ തുടർന്ന് മൂവർക്കുമെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് ജോസ് കുട്ടിയും ആൻഡോയും ഓഗസ്റ്റ് 11-നും റോജി അഗസ്റ്റിൻ ഓഗസ്റ്റ് 13-നും കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. തുടർന്ന് വാറന്റ് പിൻവലിച്ച കോടതി 3 പേരോടും 18-ന് ഹാജരാകാൻ നിർദ്ദേശിച്ചു. മുട്ടൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മറ്റൊരു കേസിലാണ് നിലവിലെ നടപടികൾ. വയനാട് മേപ്പാടി ഫോറസ്റ്റ് റേഞ്ചിലെ മുട്ടിലിൽ നിന്ന് മുറിച്ചു കടത്തിയ മരങ്ങൾ നിയമാനുസൃത രേഖകളുള്ളതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിൽപ്പന നടത്തിയെന്നും ഇതിലൂടെ 1.40 കോടി രൂപ തട്ടിയെടുത്തെന്നുമാണ് പരാതി. കരിമുകൾ മലബാർ ടിംബേഴ്സ് ഉടമ എം അലിയാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അമ്പലമേട് പോലീസാണ് വഞ്ചന കുറ്റത്തിന് കേസെടുത്തത്. തുടർന്ന് പ്രതികൾക്കെതിരെയും കുറ്റപത്രം സമർപ്പിച്ചു. 2021 ജൂലൈ 13-നാണ് കേസിന്റെ തുടക്കം. പല ഗഡുക്കളായി മരവ്യാപാരിയിൽ നിന്ന് മുൻകൂറായി തുക കൈപ്പറ്റിയ പ്രതികൾ നിയമവിരുദ്ധമായി മുറിച്ച 54 കഷ്ണം തടികളാണ് കൈമാറിയതെന്നാണ് കേസ്. തടി നിയമപരമായി വിൽക്കാനും കടത്താനും ആവശ്യമായ രേഖകൾ ഹാജരാക്കണമെന്നോ അല്ലെങ്കിൽ നൽകിയ പണം തിരികെ നൽകണമെന്നോ വ്യാപാരി ആവശ്യപ്പെട്ടെങ്കിലും പ്രതികൾ അതിന് തയ്യാറായില്ലെന്നാണ് പരാതിയിലെ ആരോപണം. ഇക്കാര്യം കുറ്റപത്രത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം മുട്ടിൽ മരമുറി കേസിലെ പ്രധാന ആരോപണം ഇതിലും വലുതാണ്. വയനാട് മുട്ടിലിലെ സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ട ഈട്ടി, തേക്ക് തുടങ്ങിയ മരങ്ങൾ ഉൾപ്പെടെ ഏകദേശം 8 കോടി രൂപ വിലമതിക്കുന്ന മരങ്ങൾ അനധികൃതമായി മുറിച്ചു കടത്തിയെന്നാണ് അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരായ കേസ്. മുട്ടിൽ മരമുറി വിവാദത്തിൽ പ്രതികൾക്കെതിരെ നടപടികൾ നീളുന്നതിനിടെയാണ് പുതിയ കേസിലും വിചാരണ നടപടികൾ മുന്നോട്ട് പോകുന്നത്. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതോടെ ചോറ്റാനിക്കര കോടതിയിലെ കേസിന്റെ വിചാരണ നടപടികൾ കൂടുതൽ സജീവമാകും. കോടതിയിൽ 18-ന് എന്ത് സംഭവിക്കും? കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതോടെ ചോറ്റാനിക്കര കോടതിയിലെ കേസിന്റെ വിചാരണ നടപടികൾ കൂടുതൽ സജീവമാകും. കുറ്റപത്രത്തിലെ ആരോപണങ്ങൾ പ്രതികളെ വായിച്ചു കേൾപ്പിച്ച ശേഷം കേസിലെ തുടർ നടപടികളിലേക്ക് കോടതി കടക്കും. കേസിൽ പ്രതികൾ കുറ്റം സമ്മതിക്കുന്നുണ്ടോ നിഷേധിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള നടപടികൾക്ക് പിന്നാലെ വിചാരണയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കേസ് നീങ്ങും.